പഴം മുട്ടയുണ്ടെങ്കിലേ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് റെസിപ്പി. അതിന് വേണ്ടിയിട്ട് നേന്ത്രപ്പഴം കനല്ലാതെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് ആ നേന്ത്രപ്പഴത്തിൻ്റെ പീസ് ഓരോന്നായിട്ട് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ രണ്ട് ഭാഗവും ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് സെയിം പാനിലേക്ക് തന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തുള്ള കാഷ്യൂസ് ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് തേങ്ങ ചെരുവിയതും മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും ചേർത്ത് മിക്സ് ചെയ്താൽ ഫില്ലിങ് റെഡി. ഇനി ഒരു ബൗളിൽ 2 കോഴിമുട്ടയും 1 സ്പൂൺ പഞ്ചസാരയും 2 സ്പൂൺ മൈദയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് മാറ്റി വെക്കുക. പിന്നെ ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് തേച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ പഴത്തിൻ്റെ പീസ് ഫസ്റ്റ് ലെയറായിട്ടൊന്ന് വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മുട്ടയുടെ ബാറ്റർ കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആ ഒരു ഫില്ലിങ് കൂടി അതിൻ്റെ നടുക്കിട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ മുകളിലും ആ ഒരു പഴം വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. ബാക്കിയുള്ള ആ മുട്ടയുടെ ബാറ്റർ മുഴുവനായിട്ടും അതിൻ്റെ ടോപ്പിലൊന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതൊന്ന് മറിച്ചിട്ടിട്ട് ഒരു 2 മിനിറ്റ് കൂടി ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ സംഭവം റെഡി. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇത് ഒരുപാട് ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ കേട്ടോ.